ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് മീഡിയ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇപ്പോൾ നടന്ന ലോക്സഭാ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രവചന മത്സരമാണ്. ആ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ LDFന് എത്ര വോട്ട് കിട്ടും, UDFന് എത്ര വോട്ട് കിട്ടും, BJPക്ക് എത്ര വോട്ട് കിട്ടും, പിന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഏത് നേതാവാണെന്ന് വെച്ചാൽ ആ നേതാവിൻ്റെ പേര്, ഏറ്റവും കുറവ് ഭൂരിപക്ഷം കിട്ടുന്ന നേതാവിൻ്റെ പേര്, ഇത്രയും 5 കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കമൻ്റായിട്ട് അയച്ചു തരിക. ഇത് അയക്കുന്നവർ ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് നിങ്ങളെ അറിയിക്കാൻ പറ്റുള്ളൂ. അഥവാ നിങ്ങളാണ് വിജയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നിങ്ങൾ കമൻ്റ് അയക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വിജയിയെ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. 2019 കണക്ക് ഞാൻ പറയാം. ഇനി നമുക്ക് 2019 കണക്കൊന്ന് നോക്കാം. 2019 തിരുവനന്തപുരം മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ഏകദേശം 99,989 വോട്ടിനാണ് ജയിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയിച്ചത് ശശി തരൂർ. അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി 38,247 വോട്ടുകൾക്കാണ് ജയിച്ചത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വിജയിച്ചത് അടൂർ പ്രകാശ്. കൊല്ലം മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി 1,48,856 വോട്ടുകൾക്കാണ് ജയിച്ചത്. കൊല്ലം മണ്ഡലത്തിൽ വിജയിച്ചത് NK പ്രേമചന്ദ്രൻ. പത്തനംതിട്ട മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി 44,243 വോട്ടുകൾക്കാണ് ജയിച്ചത്. മാവേലിക്കര മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി 61,138 വോട്ടുകൾക്കാണ് ജയിച്ചത്. മാവേലിക്കര മണ്ഡലത്തിൽ വിജയിച്ചത് കൊടിക്കുന്നിൽ സുരേഷ്. ആലപ്പുഴ മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥി, LDFന് ആകെ ഒരു സീറ്റേ കിട്ടിയുള്ളൂ, അത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ LDFൻ്റെ സ്ഥാനാർത്ഥി 10,474 വോട്ടുകൾക്കാണ് ജയിച്ചത്. ആലപ്പുഴ മണ്ഡലത്തിൽ LDFൻ്റെ ആകെയുള്ള സീറ്റ് ആലപ്പുഴ മണ്ഡലത്തിൽ AM ആരിഫ്. കോട്ടയം മണ്ഡലത്തിൽ 1,06,259 വോട്ടുകൾക്കാണ് അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ജയിച്ചത്. പിന്നെ അവർ പാർട്ടി മാറി LDFലേക്ക് വന്ന് അങ്ങനെ LDFൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തോമസ് ചാഴികാടൻ അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോട്ടയം മണ്ഡലത്തിൽ UDFൻ്റെ ആളാണ് അവിടെ വിജയിച്ചത്, പിന്നെ LDFക്ക് പോയി, ഇപ്പോൾ LDF ആണ് തോമസ് ചാഴികാടൻ. ഇടുക്കി മണ്ഡലത്തിൽ 1,71,053 വോട്ടുകൾക്കാണ് UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് UDFൻ്റെ സ്ഥാനാർത്ഥി. എറണാകുളം മണ്ഡലത്തിൽ 1,69,153 വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത്. എറണാകുളം IB ഈഡൻ UDFൻ്റെ സ്ഥാനാർത്ഥി. ചാലക്കുടി മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി 1,32,274 വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത്. ചാലക്കുടി ബെന്നി ബെഹന്നാൻ UDFൻ്റെ സ്ഥാനാർത്ഥി. തൃശ്ശൂർ മണ്ഡലത്തിൽ 93,633 വോട്ടുകൾക്കാണ് UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത്. തൃശ്ശൂർ TN പ്രതാപൻ UDFൻ്റെ സ്ഥാനാർത്ഥി. ആലത്തൂർ മണ്ഡലത്തിൽ 1,58,968 വോട്ടുകൾക്കാണ് ആലത്തൂരിൽ രമ്യ ഹരിദാസ് UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത്. പാലക്കാട് മണ്ഡലത്തിൽ AK ശ്രീകണ്ഠൻ അവിടെ
11,637 വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത്. പൊന്നാനി മണ്ഡലത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ET മുഹമ്മദ് ബഷീർ. 1,93,273 വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത്. മലപ്പുറം മണ്ഡലത്തിൽ സമദാനിയായിരുന്നു അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 2,60,153 വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി 4,31,770 വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത്. വടകര മണ്ഡലത്തിൽ മുരളീധരൻ അവിടെ 84,663 വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത്. കോഴിക്കോട് മണ്ഡലത്തിൽ MK രാഘവൻ അവിടെ 85,225 വോട്ടുകൾക്കാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത്. കണ്ണൂർ മണ്ഡലത്തിൽ 94,559 വോട്ടുകൾക്കാണ് അവിടെ K സുധാകരൻ വിജയിച്ചത്. കാസർഗോഡ് മണ്ഡലത്തിൽ 40,438 വോട്ടുകൾക്ക് അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയായിരുന്നു. 40,438 വോട്ടുകൾക്കാണ് ഉണ്ണിത്താൻ അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ 2019 UDFിന് 19 സീറ്റാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ UDF 19, അതുപോലെ തന്നെ 2019 LDFിന് 1 സീറ്റും BJPക്ക് 0 അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ UDF 19, LDF 1, BJP 0 എന്ന് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ എന്താണോ തോന്നുന്നത് അതുപോലെ നിങ്ങൾ എഴുതുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് രാഹുൽ ഗാന്ധി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 2019 UDF 19, LDF 1, BJP 0. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് രാഹുൽ ഗാന്ധി. അതുപോലെ തന്നെ 2019 ഏറ്റവും കുറവ് വോട്ടിൻ്റെ ലീഡിന് ജയിച്ചത് ആരിഫാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി, ആരിഫ്. അതുപോലെ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ UDFിന് എത്ര സീറ്റ് കിട്ടും, LDFിന് എത്ര സീറ്റ് കിട്ടും, BJPക്ക് എത്ര സീറ്റ് കിട്ടും, പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഏത് നേതാവിനാണോ ആ നേതാവിൻ്റെ പേര്, ഏറ്റവും കുറവ് ഭൂരിപക്ഷം ഏത് നേതാവിനാണോ ആ നേതാവിൻ്റെ പേര്, ഇത്രയും എഴുതിയിട്ട് അയച്ചു തരിക. ഇത് ഉത്തരം കറക്റ്റ് ആവുന്നവർക്ക് 10,000 രൂപയാണ് ക്യാഷ് പ്രൈസ് തരുന്നത്. അപ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ ആളുകൾ കറക്റ്റ് ഉത്തരം അയച്ചാൽ അതിൽ നിന്ന് നറുക്കിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2019 ഈ കണക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2019 LDF 1, UDF 19, BJP 0, രാഹുൽ ഗാന്ധി, ആരിഫ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അത് കമൻ്റായിട്ട് അയച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും ശരി ഉത്തരം അയക്കുന്നവർക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എൻ്റെ അഭിപ്രായത്തിൽ എത്ര സീറ്റ് ആർക്കൊക്കെ കിട്ടും എന്നുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.